ഇന്നലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോയ സുധീഷ് കുമാർ. അതാണ് ഞാൻ പറഞ്ഞത്, കള്ളന്മാരുടെ ഒരു സഹകരണ സംഘം CPM ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം വാസുവിനും അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ട് ഈ മുരാരി ബാബുവിനെ സുധീഷ് കുമാറിനെയും ഒക്കെ കുറെ കാലം കഴിയുമ്പോൾ കേരളത്തിലെ CPM നിയമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, അതാണ്, അതായത് ഈ കള്ളന്റെ കയ്യിൽ താക്കോൽ വെച്ചു കൊടുക്കുന്നത് ആര് എന്നതാണല്ലോ പ്രധാനം. അതാണ് അനിൽ വിളിയിൽ ഉന്നയിക്കുന്ന ചോദ്യം. ഇവരെ കൃത്യമായി സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്, ഇവർക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചത്, ആ ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെ ഇവർക്ക് വീണ്ടും ഉയർന്ന പദവികൾ നൽകിയത്, ഇതെല്ലാം ഒരു സർക്കാർ സംവിധാനമാണ്. ആ വീഴ്ച സംഭവിച്ചപ്പോൾ മാത്രം ആ സംവിധാനത്തിനൊന്നും അറിയില്ല എന്ന് പറയുന്നു. ഞാൻ രണ്ട് മറുപടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഇറിഡിയം അടങ്ങിയ താഴികക്കുടം 2019 കാലഘട്ടത്തിലാണ് അത് ബഹുമാനപ്പെട്ട തന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. താങ്കൾക്കൊരു വസ്തുതാപരമായ ഒരു പിശകുണ്ട്. അത് അദ്ദേഹം കൊണ്ടുപോയത് വാജി വാഹനമാണ്, താഴികക്കുടമല്ല. ഒരു വാജി വാഹനം. ഈ വാജി വാഹനം എന്നത് ഏത് ലോഹത്തിൽ നിർമ്മിതമാണ് എന്നതിൽ അത് തടി കൊണ്ടാവാം, വേറെ എന്തെങ്കിലും കുറച്ച് സാധനമായിരിക്കും അതിനകത്ത് ഇറിഡിയം. പക്ഷെ എന്തുമാകട്ടെ ഈ വാജി വാഹനമായാൽ പോലും അതിനൊരു ദൈവികത എന്നതിനാണല്ലോ അതിന്റെ വാല്യൂ. 100% അതിനൊരു വാല്യൂ ഉണ്ട്, ദൈവികമായ വാല്യൂ ഉണ്ട്. അത് അദ്ദേഹം തന്ത്രി കൊണ്ടുപോയ നടപടി 100% തെറ്റാണ്. അദ്ദേഹത്തിന് അത് കയ്യിൽ വെക്കാനുള്ള യാതൊരു അധികാരവും. അത് പറഞ്ഞപ്പോൾ സബ്ജക്ട് ടു കറക്ഷൻ ഞാൻ പറഞ്ഞു, വാക്കുകൾ അത്ര പരിചയമില്ല, കുറെയൊക്കെ അറിയാമെങ്കിലും താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണ്. അത് കേൾക്കൂ. ഞാനതില് തന്ത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അദ്ദേഹം ഇതൊന്നും അറിഞ്ഞുകൊണ്ട് പോയതായിരിക്കില്ല. ഒരുപക്ഷെ ഇവരത് മാറ്റുമെന്നുള്ള ഭയത്താലായിരിക്കും അദ്ദേഹം എന്റെ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞത്. അത് തന്നെയുമല്ല, അതിൽ ഇറിഡിയം ഇറങ്ങിയ രോഗമാണെന്നുള്ള ഒരു പരാതി കൊടുത്ത പരാതിക്കാരനായ മാധ്യമപ്രവർത്തകർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് സക്രേ സാറിന്റെ അറിവിലേക്ക് പറയാം. അതിനൊക്കെ എത്രയോ വർഷം മുമ്പേ വിജയമല്ലി ഇവിടുന്ന് നാട് വിട്ടുപോയി. വിജയമല്ലിക്ക് അതുകൊണ്ടൊരു ബന്ധമില്ല, അയാൾ സ്വർണ്ണം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, VN വാസവൻ എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല, വാജ്പേയി രാജിവെച്ചു, ഒരു അവാർഡ് ഉണ്ടായെന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോഴത്തെ വ്യോമയാന മന്ത്രി, അദ്ദേഹത്തിന്റെ പിതാവ് മന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ മാധവറാവ് സിന്ധ്യ ഒരു ചെറിയ വിമാനങ്ങളോടെ ഉണ്ടായപ്പോൾ അദ്ദേഹം രാജിവെച്ചു. ഹൈദരാബാദിൽ 320 ആളുകൾ, അല്ല 270 ആളുകൾ, ഒരാൾ മാത്രം നഷ്ടപ്പെടുത്തി. എയർ ഇന്ത്യ അഹമ്മദാബാദിൽ താഴെ വീണ് പോയി, രാജിവെച്ചില്ല. ജ്യോതിരാദിത്യ സിന്ധ്യ അതിലും ഭയങ്കരമായ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന്ധ്രാപ്രദേശിനടുത്ത് ഒരു 2 ട്രെയിൻ തമ്മിൽ ഇടിച്ചപ്പോൾ 370 പേര് മരിച്ചുപോയി. 150 ആളുകൾ ഇപ്പോൾ ആശുപത്രിയിലാണ്, രാജിവെച്ചില്ല. അദ്ദേഹം അതിനുശേഷം 2 മാസത്തിന് ശേഷം ആസാമിലെ ഒരു റിമോട്ട് ഏരിയയിൽ ഇതുപോലെ ഒരു അപകടം ഉണ്ടായി. 100 ആളുകൾ മരിച്ചുപോയി, 100 60 ആളുകൾ മരിച്ചുപോയി, ഇതുവരെ രാജിവെച്ചിട്ടില്ല. എന്നാൽ VN വാസവൻ ചെയ്ത് തെറ്റെന്താ? VN വാസവൻ ഈ വകുപ്പ് ഏറ്റെടുത്തിട്ട് 1 വർഷം ആകുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കാലത്തിന് മുമ്പാണ് ഈ ഇതെല്ലാം നടന്നതായിട്ട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇവരെങ്ങനെയാണ് VN വാസവൻ രാജിവെക്കണം എന്ന് പറഞ്ഞത്? നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ രീതിയിൽ ചർച്ച ചെയ്താൽ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്തിയാൽ നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയ അല്ല. പക്ഷേ അത് ശരിയാണ് താങ്കൾ പറഞ്ഞ. പക്ഷെ ആ ദേവസ്വം ബോർഡിലെ നിയമനങ്ങളെ സംബന്ധിച്ച് കൂടി സൂചിപ്പിക്കണമല്ലോ. ഇത് ഈ പറയുന്നത് പോലെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസവുമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിൻ്റെ ഉന്നതരായ പദവികളിൽ ഇരിക്കുന്നവർക്ക് വിശ്വാസമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ പൊളിറ്റിക്കൽ നിയമനം മാത്രമായി മാറുന്നു. ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ പോലും വലിയ തോതിൽ പിൻവാതിൽ നിയമനം നടക്കുന്നു എന്ന ആക്ഷേപമൊക്കെ ഉണ്ടല്ലോ. ഞാനൊരു കാര്യം പറയാം. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെവിടെയും ഏറ്റവും കൂടുതൽ മോഷണം, കളവ് നടക്കുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആരാധനാലയങ്ങളിലാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അതിന് ചുറ്റിപ്പറ്റി കുറെ ആളുകളുണ്ട്, ഒരു ജോലിയും ചെയ്യാതെ ജ്യോത്സ്യന്മാരെ പോയാ. ഇവരാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കൊടി തട്ടിപ്പുകാര്. ഞാൻ പറയുന്നത് ശബരിമലയിൽ നിന്ന് അടിച്ചോണ്ട് പോയിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ തന്നെ. എന്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അച്ഛൻ ശബരിമലയിൽ പണ്ട് ജോലി ചെയ്തിട്ട് എന്റെ നാട്ടുകാരനാ. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഈ പറഞ്ഞൊന്നുമല്ല വസ്തുത. 1000കണക്കിന് കിഴി സ്വർണമായിട്ട് ഓരോ സീസണിലും കൊണ്ടിടും അവിടെ ഭക്തർ. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശത്തുള്ളവര്, അവർക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അവിടെ നേർച്ച കൊടുക്കുക എന്നുള്ളത്. അത് ഇപ്പോഴത്തെ കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കലവറ നോക്കിയപ്പോൾ എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 440 രൂപ ഉള്ളത്. അത് എത്രയോ 1000കണക്കിന് കിലോ ഉണ്ടാകാമെന്ന് ആർക്കും അറിയത്തില്ല. അവരുമായിട്ട് നടന്നിരിക്കുന്നത്
ഈ ഭൂമിയിലെ ഏറ്റവും വലിയൊരു കൊള്ളയായിരുന്നു, ഒരു തർക്കമില്ല കാര്യത്തിൽ. കാരണം മോഷണത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ സക്കറിയ സാറിനൊക്കെ ഇതൊക്കെ ഇത്രക്കാരെ എത്ര എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത്. ഞാൻ ഈ പറയുന്നത് വസ്തുതാപരമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. മോഷണം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പാവപ്പെട്ട ഭക്തൻ അവൻ ജീവിതത്തിൽ ഓരോ വർഷവും, ഞാൻ കണ്ടിട്ടുണ്ട് ഈ മംഗലാപുരത്ത് നെല്ലിയാണി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ചെല്ലുമ്പം ഇത് ജനങ്ങൾ കേൾക്കണ്ട, ഒരു മാസക്കാലം വാടക വീടെടുത്ത് ഈ അയ്യപ്പന്മാര് ഭജനയായിട്ടിരിക്കും. എന്നിട്ടാണ് അവർ നടന്നും വാഹനത്തിലും ഒക്കെ നടന്നൊക്കെ വരുന്നവരുണ്ട്. അവര് കൊടുക്കുന്ന അവരുടെ വിഹിതം അടിച്ചോണ്ട് പോകുന്നവരെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അല്ല, അതെന്തുമാട്ടെ ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ നിലവിലുള്ള സ്വത്തിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഡേറ്റ പോലും സൂക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. ബാക്കി ഭക്തന്റെ വഴിപാട് പോകട്ടെ. അല്ല, അതിനൊരു മറുപടി ഉണ്ട്. ഈ നമുക്കിപ്പോ ഈ അന്വേഷണ ഏജൻസി ഏത് ഘട്ടത്തിൽ എവിടേക്കാ പോകണം നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ ഊഹാപോഹങ്ങളാ. അവര് കൃത്യമായിട്ടാ പോകുന്നത്. എത്ര ഒരു മോഷണം എത്ര മറച്ചു വെച്ചാലും കള്ളൻ പിടിക്കപ്പെടും. നിങ്ങൾ ഒരു സംശയമില്ല ആ കാര്യത്തിൽ. നമുക്ക് ജീവിതത്തില് എവിടെ നിന്നല്ല എന്തെല്ലാം സാധനങ്ങൾ വീട് കെട്ടിയിട്ടുണ്ട്. എനിക്ക് മാല വീട് കെട്ടിയിട്ടുണ്ട് ഹോസ്പിറ്റൽ കെട്ടിയത്. ഞാൻ അന്നേരം കൊണ്ട് അസിസ്റ്റന്റ് അടുത്തോടെ കൊടുത്തു. എനിക്ക് ബസ്സേ വെച്ച് പണം കെട്ടിയിട്ടുണ്ട്. ഞാൻ ആ കണ്ടക്ടറുടെ കൊടുത്തപ്പോഴത്തേക്ക് ആ സ്ത്രീ ഓടി വന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം ഇത്ര അനുഭവമുണ്ട്. നമ്മളാരും കൊടുത്തിട്ടുണ്ട്. ശരി. പക്ഷേ ശ്രീ സക്കറിയ ജോർജ് സാർ, എന്തായാലും ഈ കള്ളന്മാർ പൊളിറ്റിക്കൽ നിയമനം ലഭിച്ചവരാണ് എങ്കിൽ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? ശബരിമലയും അല്ലെ ഇതുപോലുള്ള സ്ഥാനങ്ങൾ വരുമ്പോ വിശ്വാസം ആണോ, അവിടുന്ന് പണം തട്ടിയെടുക്കുകയാണോ ഇവരുടെ ലക്ഷ്യമെന്ന് നമുക്ക് അല്പം കഴിഞ്ഞിട്ടേ മനസ്സിലാവുള്ളൂ. ആദ്യമൊക്കെ അവർ വളരെ ഗോഡ് ഫിയറിംഗ് ആയിട്ടും ഇതുമൊക്കെ ചേർന്ന് സിസ്റ്റം നന്നാക്കാന്നൊക്കെ പറഞ്ഞായിരിക്കും വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇവർ ഇത് കാണുമ്പം അന്താളിച്ചു പോകും, മോഷ്ടിക്കാനും സുഖലോലുവായിട്ട്. കാര്യം ഗാന്ധിജി പറഞ്ഞു പ്ലെയിൻ ലീവിങ് ഹൈ തിങ്കിങ്. അപ്പൊ ഇങ്ങനെ പ്ലെയിൻ ലീവിങ് ഹൈ തിങ്കിങ് ജീവിക്കാനായിട്ട് പലർക്കും തയ്യാറല്ല. കാര്യം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കൈക്കൂലി അതാണല്ലോ. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് പണം ഉണ്ടാക്കുക, മോഷ്ടിക്കുക, ധനം സംഭവിക്കുക. നമുക്കറിയാം ഈ ഒത്തിരി ഉണ്ടാക്കിയ എത്രയോ പേര് കോവിഡ് ടൈമില് മരിച്ചുപോയിട്ട് സാധാരണ 6 അടി മണ്ണിലാണ് താഴ്ചയിലാ കുഴിച്ചിടുന്നത്. ഇപ്പം പ്രോട്ടോകോൾ അനുസരിച്ച് 12 അടിയായി. എന്നിട്ടും മനുഷ്യൻ പഠിക്കാതെ അടുത്ത സെക്കൻഡിൽ മോഷ്ടിക്കാൻ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും പോയി മോഷ്ടിക്കും. എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു വ്യാജച്ചം പോലെ കൊണ്ടുവന്നായിരുന്നു ശബരിമലയ്ക്ക്. ഹൈക്കോടതിയില് നമ്മുടെ അഡ്വക്കേറ്റ് അവിടെ ഒരു കേസ് കൊടുത്തായിട്ട് ശങ്കുറ്റി ദാസ് പറഞ്ഞിരുന്നു. ഒരു ചർച്ച ഞാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഈശ്വറും ഉണ്ട്. ഞാൻ ഇവർ രണ്ടുപേരോടും പറഞ്ഞു അതിന്റെ പുറകിലൊന്ന് പോണം. കാര്യം എന്തിനാണ് ഈ വ്യാജച്ചം പോലെ ഉണ്ടാക്കിയത്? മോൻസൺ അവിടുന്ന് പിടിക്കുന്നു. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കൊടുത്ത് അത് വ്യാജമാണെന്ന് പറഞ്ഞു. അത് ട്രൂ ആണെന്ന് രാഘവാര്യർ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആർക്കിയോളജിക്കൽ സർവേ പ്രോപ്പർ സയന്റിഫിക് അനാലിസിസിന് ശേഷം പറഞ്ഞു അത് കള്ളമാണെന്ന് പറഞ്ഞു. ഇതിന് കേസുണ്ട്. എന്തുകൊണ്ടാണ് ഈ കേസ് എടുക്കാത്തത്? അതിന്റെ പുറകിൽ എനിക്ക് ഭയങ്കര നിഗൂഢത തോന്നുന്നുണ്ട്. കാരണം ഒരു വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കിയാൽ അത് പിടിക്കാൻ എന്താ മടി? പണ്ട് വ്യാജരേഖ ഉണ്ടായിരുന്നു കെ.വി. തോമസ് മാഷിനെ അട്ടിമറിക്കാനായിട്ട്. ആ കേസ് ഒരിടത്തും എത്തിയിട്ടില്ല. അപ്പൊ എല്ലായിടത്തും ഈ പറയുന്ന ഹൈ ഹാൻഡഡ് കോൺസ്പിറസി ഉള്ളിടത്തെ കാര്യങ്ങൾ അൺഎർത്ത് ചെയ്യുന്നില്ല. അത് സമൂഹത്തിന്റെ വിശ്വാസം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലും നമ്മുടെ സിസ്റ്റത്തിനകത്ത് റൂൾ ഓഫ് ലോയിൽ ജനത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുവാണ്. ഈ വിശ്വാസം കീപ്പ് ചെയ്യാൻ സർക്കാരിന് പറ്റിയില്ലെങ്കിൽ ഈ വരുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശ സ്വയംഭരണ നിയമസഭ ഇലക്ഷനിലും ഒക്കെ ഇത് റിഫ്ലക്ട് ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടുന്നത് ഇവിടെ നിയമവാഴ്ചയും ഈ സമൂഹത്ത് സത്യസന്ധതയുമാണ്. അത് എന്തുമാത്രം എൻഫോഴ്സ് ചെയ്യാൻ ഇവിടെ ഭരണകാരികൾക്ക് പറ്റുന്നില്ലെങ്കിൽ ജനം എന്ത് ചെയ്യും? അവർക്ക് ഈ മാൻഡേറ്റ് കിട്ടുമ്പോൾ, കൊടുക്കേണ്ട അവസരം കിട്ടുമ്പോൾ അവരത് ബുദ്ധിപൂർവ്വം. ശരി, അതാണ് ശ്രീ റെജി ലൂക്കോസ്. ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയും ഒന്നും ഇത്തരം വിഷയങ്ങളിൽ അന്വേഷണം എവിടെയും എത്താറില്ല. മാത്രമല്ല നേരത്തെ ഇദ്ദേഹം ചർച്ചയുടെ ഭാഗമായിട്ടുള്ള രാജേഷ് സാർ സൂചിപ്പിച്ചതുപോലെ ഈ ഹിന്ദു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയന്ത്രണത്തിലും അല്ലാത്തതുമായ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതാരും ഫോളോ ചെയ്യുകയോ പിന്തുടരുകയോ ഒന്നും ചെയ്യാനും പറ്റാതെ പോകുന്നുമുണ്ട്. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഒരു അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്. പലപ്പോഴും കുറ്റവാളികൾ വഴുതി പോകുന്നുണ്ട്. ഈ കേരളം ഭരിച്ചിരിക്കുന്ന മുഴുവൻ LDF സർക്കാരല്ല. ഈ ഇപ്പോഴത്തെ ശിവകുമാറിന്റെ അനിയൻ, അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ 1,82,00,000 രൂപ ഇല്ലാത്ത പാത്രങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയെടുത്തോണ്ട് പോയി. അയാളിപ്പോഴും അയാളിപ്പോഴും പ്രതിയായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക.
ഈ ശിവകുമാറിനെ ഇപ്പൊ കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മത്സരിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് അറിയുന്നത്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെ ഉള്ളപ്പോ എങ്ങനെയാണ് കുറ്റങ്ങളെ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അയാൾ ഉളുപ്പുണ്ടെങ്കിൽ അയാളെ അവര് സ്ഥാനാർത്ഥിയാവും. അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഈ അന്വേഷണ സംഘത്തിനുണ്ടാകും അല്ലേ? ഒരു സംശയമില്ല. ഈ അന്വേഷണ സംഘം കൈവച്ചിരിക്കുന്നവരെല്ലാം ഉന്നതവരാണ്, നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നവരെ ഉന്നതരാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഒരു കാരണവശാലും ഇവരോട് വിട്ടുവീഴ്ച ചെയ്യുന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനത് ഇടതുപക്ഷത്തിന്റെ ആളായിട്ട് പറഞ്ഞതല്ല. കാരണം ഈ ഗവൺമെന്റ് കാലത്ത് ഇങ്ങനെയൊക്കെ അന്വേഷണം നടക്കുള്ളൂ. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാം. ശ്രീ രാജേഷ്, എന്തായാലും മുന്നിൽ നിൽക്കുന്നത് ഉന്നതരാണ് എന്ന് പറയുമ്പോൾ അത് റെജി ലൂക്കോസ് തന്നെ പറയുന്നുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മുന്നിൽ നിൽക്കുന്നവരിലേക്ക് എത്തുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ധാർമ്മിക ഉത്തരവാദിത്വം എന്താണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഒന്ന്, മധ്യപ്രദേശിലെ റെയിൽവേ ദുരന്തം 2 ട്രെയിനുകൾ പരസ്പരം കൂട്ടിമുട്ടിയതായിരുന്നു. ഒറീസയിലെ റെയിൽവേ ദുരന്തം സ്റ്റേഷൻ മാസ്റ്ററുടെ അശ്രദ്ധയായിരുന്നു. ദേവസ്വം ബോർഡ് ഇന്ന് കാണിക്കുന്നത് 2 തീവണ്ടികൾ കൂട്ടിമുട്ടിയതുപോലെയുള്ള റെയിൽവേയുടെ അശ്രദ്ധ ടോട്ടലി ഉള്ളത് പോലെയാണ്. അതായത് എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കള്ളൻ കയറിയിട്ട് 25 പവന്റെ ആഭരണവും പണവുമെല്ലാം കവർന്നു കൊണ്ടുപോയി. എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചാൽ വാതിലുകളും ജനലുകളും ഒന്നും അടയ്ക്കാതെയായിരുന്നു ഞാൻ പുറത്തേക്ക് പോയത്. അങ്ങനെയെങ്കിൽ ആ കള്ളന് ഞാനാണ് കഞ്ഞി വെച്ചു കൊടുത്തത്. കള്ളന് മോഷ്ടിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഗൃഹനാഥനായിരുന്നു. ഇതാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. അതായത് ഒരു മുരാരി ബാബുവിനെയും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുന്നിൽ വെച്ചുകൊണ്ട് അവര് പറയാണ് ഇവരാണ് അഴിമതിക്കാർ. അങ്ങനെ ഏതൊരാൾക്കും മോഷ്ടാവിന് കയറി ചെല്ലുവാനും ഹിന്ദുവിന്റെ സ്വത്തുകൾ കവർന്നെടുക്കുവാനും കഴിയുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് ദേവസ്വം ബോർഡ്. നമ്മൾ ആത്യന്തികമായിട്ട് പറയുന്നത് രക്തത്തിന് ട്രീറ്റ്മെന്റ് വേണം. ദേവസ്വം ബോർഡ് പരിപൂർണമായിട്ട് പിരിച്ചുവിടണം. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ്. അത് ഈ കഴിഞ്ഞ 100 വർഷത്തിനിടയിലെ ചരിത്രം മാത്രമേ ദേവസ്വം ബോർഡിനുള്ളൂ. ഗുരുവായൂർ അമ്പലം ഉണ്ടാക്കിയ ചരിത്രം ആയിരക്കണക്കിന് വർഷങ്ങളുടേതാണ്. അതിനിടയിൽ വന്ന 100 വർഷത്തെ ചരിത്രത്തിനിടയിൽ വന്ന ദേവസ്വം ബോർഡിനെ കുറിച്ചാണ് ആരോപണമുള്ളത്. ശബരിമലയിൽ ആരോപണമുള്ള ദേവസ്വം ബോർഡിനെ കുറിച്ചാണ്. അതായത് നിരീശ്വരവാദികൾ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുമ്പോൾ, നിരീശ്വരവാദികൾ ദേവസ്വം വകുപ്പ് മന്ത്രിയാകുമ്പോൾ എല്ലായിടത്തും അഴിമതിയുടെ കൂത്തരങ്ങാവും. ഇന്ന് അന്വേഷണം എന്ന് പറയുന്നത് സബ്ജക്ട് കേന്ദ്രീകരിച്ചിട്ടാണ്. ഇന്ന് ശബരിമലയിൽ നടന്ന കേവല വിഷയത്തെ അധികരിച്ച് മാത്രമാണ് ചർച്ച. നേരത്തെ ജോർജ് സാർ പറഞ്ഞതുപോലെ 3800-ൽ അധികം വരുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ എത്രയാണ് സ്വർണമുള്ളത് നമ്മുടെ കയ്യിൽ കണക്കില്ല. തിരുവാഭരണം എത്രയുണ്ട്? ഭഗവാന്മാരുടെ ദേവിമാരുടെ കഴുത്തിൽ കിടക്കുന്ന ആഭരണത്തിന്റെ പേരാണ് തിരുവാഭരണം. ഇത് എത്ര പൊന്നുണ്ട്? അതിപ്പോൾ പൊന്ന് തന്നെയാണ്. സംശയിക്കുന്നു മിക്കവാറും അത് തിരൂർ പൊന്നായി മാറിയിട്ടുണ്ടാകും മിക്കവാറും. അങ്ങനെയുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാനാവില്ല. തീർച്ചയായും അന്വേഷണം പുരോഗമിക്കുകയാണ്.